ഖത്തറിൽ ജോലി ചെയ്യുന്ന പെരുമ്പാവൂരുകാരനായ അലി എന്നയാളിന്റെ ചുമതലയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി കഴിഞ്ഞ ജൂലൈയിൽ ജോലിക്കെത്തിയതാണ് തൃശൂർ സ്വദേശിയായ സുഫൈർ. തുർക്കിഷ് വംശജരുടെ ഉടമസ്ഥതയിലുള്ള ടുബിൻ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയുടെ പേരിലുള്ള വിസയും ദേശീയ തിരിച്ചറിയൽ കാർഡും സുഫൈറിന് കിട്ടി. ആദ്യ 2 മാസം ജോലി ഉണ്ടായിരുന്നില്ലെങ്കിലും താമസ സൗകര്യവും ഭക്ഷണവും കിട്ടി. പിന്നീട് അതും ഇല്ലാതായി. ശമ്പളം തുടർച്ചയായി കിട്ടാതെ വന്നതോടെ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇപ്പോൾ ടുബിൻ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരം അറിയുന്നത്. വിസ അടിച്ച് ഇതും തന്നു, 10,000 തന്നു. പിന്നെ ജോലിക്ക് കൊണ്ടുപോകണില്ല. ചോദിക്കുമ്പോൾ അവർ ലാസ്റ്റാണ് എനിക്ക് ഈ പേപ്പർ കൊണ്ടുവന്നു, നീ പുറത്ത് പോയി പണിയെടുക്കാൻ. പക്ഷെ പുറത്ത് എനിക്ക് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായില്ല. കഴിഞ്ഞ 5 മാസമായി നാട്ടിലെ ഒരു പരിചയക്കാരൻ്റെ ആശ്രയത്തിലാണ് സുഫൈർ ദോഹയിൽ കഴിയുന്നത്. സുഫൈറിൽ നിന്ന് 1.25 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി വിസ നൽകിയ പെരുമ്പാവൂരുകാരൻ അലി ഇപ്പോൾ നാട്ടിലാണത്രേ. 10 ദിവസം കഴിഞ്ഞാൽ വരും, 5 ദിവസം കഴിഞ്ഞാൽ വരും. അങ്ങനെ ഇപ്പോൾ 1.5 മാസത്തിന് കൂടുതലായി. ഇപ്പോൾ ആൾ വരുന്നുള്ള പ്രതീക്ഷയില്ല. ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം ആൾ 10-40 ആൾക്കാരെ ആൾ മാത്രം ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ തിരികെ നാട്ടിൽ പോകാനുള്ള എക്സിറ്റ് പെർമിറ്റ് പോലും കിട്ടാതെ വിഷമിക്കുകയാണ് സുഫൈർ. മലയാളികൾ തന്നെ സ്വന്തം നാട്ടുകാർക്ക് ചതിക്കുഴി ഒരുക്കുന്നതിൻ്റെ പുതിയ ഗൾഫ് ഉദാഹരണമാവുകയാണ് ഇപ്പോൾ സുഫൈർ. ദോഹയിൽ നിന്ന് PR പ്രവീൺ, ജയ്ഹിന്ദ് ന്യൂസ്.